പറയുന്ന പഞ്ചകർമ്മങ്ങൾ ഇതല്ല. ഈ പറഞ്ഞ പിഴിച്ചിലൊന്നുമില്ല. അതൊക്കെ സ്വേദനങ്ങളാണ്, ശരീരത്തെ വേർപ്പിക്കുന്ന അവസ്ഥയെ. ശരിക്കും നമ്മുടെ ശരീരത്തിന് ഒരുക്കിയെടുക്കുന്ന പരിപാടികളാണ് സ്വേദനം എന്ന് പറയുന്നത്. അതിനകത്ത് ഇലക്കിഴിയുണ്ട്, പൊടിക്കിഴിയുണ്ട്, പിഴിച്ചിലുണ്ട്, ഞവരക്കിഴിയുണ്ട്, എല്ലാം ഉണ്ട്. ഇത്തരം സംഗതികൾക്ക് സ്വേദനമാണ്. ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. വസ്തി, നസ്യം, വമനം, വിരേചനം, പിന്നെ രക്തമോക്ഷം. ഇതാണ് പഞ്ചകർമ്മം. അല്ലാതെ നമ്മളീ കേട്ടറിവല്ല, പിഴിച്ചിലൊന്നല്ല. ഇതൊക്കെ സ്ത്രീക്കൂടെ വേണമെങ്കിൽ ചെയ്യാറുള്ളൂ, എൻ്റെ നിർബന്ധമൊന്നുമില്ല. ആവശ്യങ്ങൾക്കനുസരിച്ചാണ് ചെയ്യേണ്ടത്. ചെയ്യുന്നത് നല്ലതാണോ? നല്ലതാണോ ഡോക്ടറെ? നല്ലതാണ്. അല്ലേ, കാശുണ്ടോ? വെറുതെ വേണമെങ്കിൽ എണ്ണ പുരട്ടിയാലും നിങ്ങൾക്ക് ഈ പ്രയോജനം കിട്ടും. അല്ല, നിങ്ങൾ പിഴിച്ചിലെടുത്ത് ചെയ്യണമെങ്കിൽ കുറേ കൂടി ഗുണം കിട്ടും. കാശുണ്ടെങ്കിൽ, കുറച്ചുകൂടി കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞവരപ്പൊടി ചെയ്യാം, അതും ചെയ്യാം. കാശിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് പഞ്ചകർമ്മങ്ങൾ ചെയ്യാം, ശോധനകൾ ചെയ്യാം. ശോധനകൾ ചെയ്തതിന് ശേഷം പിന്നത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത് പേയാതിക്രമം എന്ന് പറയും. അതായത് ശോധന ചെയ്യുന്നതോടെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡൈജഷൻ ഇല്ലാണ്ടാകുന്നു. അല്ലാണ്ട് തന്നെ ഡൈജഷൻ മോശമായിരിക്കുന്ന അവസ്ഥയാണ് മഴക്കാലം. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ചൂട് വന്ന് ഇറക്കിയിട്ട് ക്ലേദം ഉണ്ടാകുന്നു. ഈ ക്ലേദം കാരണം നമ്മുടെ വിശപ്പില്ലാണ്ടാകും. വിശപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. അഗ്നി രണ്ട് തരത്തിലാണ്. ഒന്ന് വയറ്റിലെ വിശപ്പ്, രണ്ട് മനസ്സിലെ അല്ല, ധാതുക്കളിൽ സെൽ ഡൈജഷൻ എന്ന് പറയും. സെൽ ഡൈജഷൻ, സാധാരണ ഡൈജഷൻ കൂടാതെ സെൽ ഡൈജഷൻ ഉണ്ട്, നമ്മൾ അറിയില്ല. പക്ഷേ ഈ നമ്മുടെ ഈ വയറ്റിലെ ഡൈജഷൻ ശരിയായാൽ ഗ്രാജുവലി മറ്റൊരു ശരിയായിക്കോളും ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ പേരിലാണ് ട്രീറ്റ്മെൻറ്റുകൾ വയറിന് വേണ്ടി ചെയ്യുന്നത്. ആയുർവേദം പലപ്പോഴും വയറിന് വേണ്ടി ചെയ്യാന്ന് പറയുന്നത് എന്തിനാണ്? അത് മെല്ലെ സെൽ ഡൈജഷനിലേക്ക് എത്തണം, അത് കണക്കാക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ഡൈജഷനും കൂടി കൃത്യമായി അഗ്നിയും കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന പരിപാടിയാണ് പേയാതിക്രമം. അതായത് ശോധനം ചെയ്തവർക്ക് നമ്മൾ ആദ്യമേ കഞ്ഞി വെള്ളം കൊടുക്കും. കഞ്ഞി വെള്ളം കൊടുത്ത് പിന്നെ കുറച്ച് കഞ്ഞി കൊടുക്കും. പിന്നെ വിശപ്പ് പറഞ്ഞതനുസരിച്ച് ചോറ് കൊടുക്കും. ഇതുപോലെ തന്നെയുള്ളൊരു സംഗതിയാണ് നമ്മുടെ ഈ ശോധന ചെയ്തതിന് ശേഷം നമ്മൾ പേയാതിക്രമം നമ്മൾ മഴക്കാലത്ത് നടത്തുന്നുണ്ടോ? ഇല്ല, പേയാതിക്രമം നമ്മൾ നടത്തണില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ കർക്കിടക കഞ്ഞി കുടിക്കും. ശരിക്കും കർക്കിടക കഞ്ഞി എന്നൊരു കൺസെപ്റ്റ് ഉണ്ടോ? അറിയോ? നിങ്ങൾ എന്ത് പറയുന്നു? കർക്കിടക കഞ്ഞി എന്നൊരു സംഗതി ഉണ്ടോ? ഇല്ല. എത്ര പേർക്ക് ധൈര്യമായിട്ടത് പറയാനുള്ളൂ? ഇല്ല എന്നുള്ള സംസാരങ്ങൾ കൂടുതൽ വരുന്നുണ്ടോ? അത് പ്രണവവേദ പ്രത്യാദീനങ്ങൾ. പുറത്താൾക്കാർ പറയില്ല. ഇവിടെ ഇത്തിരി വിവരമുണ്ട്, നിങ്ങൾക്ക് അറിവുകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു എതിരഭിപ്രായങ്ങളോട് കാണും. കർക്കിടക കഞ്ഞി എന്നൊരു സംഗതി ഇല്ല. കാരണം ഔഷധക്കഞ്ഞി എന്ന് പറഞ്ഞു. കർക്കിടകത്തിൽ കഞ്ഞി കുടിക്കാം, ഞാൻ നിഷേധിക്കല്ല. കർക്കിടകത്തിൽ കഞ്ഞി കുടിക്കുന്നത് തെറ്റാണോ? അല്ല, കർക്കിടകത്തിൽ കഞ്ഞി കുടിക്കാം, ഒരു തെറ്റുമില്ല. പക്ഷേ അത് ഔഷധക്കഞ്ഞി എന്നുള്ള കണക്കാണ്, അല്ലാതെ കർക്കിടകക്കഞ്ഞി എന്നുള്ള പേരിലല്ല. ശരിക്കും അങ്ങനെ പറയുകയാണെങ്കിൽ മിഥുനക്കഞ്ഞി എന്ന് പറയേണ്ടി വരും. കാരണം മിഥുനത്തിലെ പണ്ട് കഞ്ഞി കുടിക്കണം. അത് ഇടവപ്പാതിക്ക് ഉണ്ടാകുന്ന ദോഷ ശോധന നടത്തിയതിന് ശേഷം പേയാതിക്രമം നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ മിഥുനത്തിലാണ്. കർക്കിടകത്തിൽ ശരിക്കും പറഞ്ഞാൽ ഭോജനമാണ് നിങ്ങളുടെ ചോറ്, പോഷണമാണ്. ആലോചിച്ച് നോക്കുക, നമ്മുടെ പ്രകൃതി, നമ്മുടെ ചെടികളും മനുഷ്യരും പോഷണം നേടിയെടുക്കുന്ന സമയമാണ് കർക്കിടകം. ആലോചിച്ച് നോക്കിക്കോ, ഈ സമയത്തല്ലേ വേരുകൾ നല്ല രീതിയിൽ ഉണ്ടാകുന്നത്? അല്ലേ സാറേ? ഈ സമയത്താണ് വേരുകൾ കൂടുതലായിട്ടുണ്ടാകുന്നത്. അതുപോലെ ഈ സമയത്താണ് കുരുമുളകിൻ്റെ മണികൾ ഉണ്ടാകുന്നത്. മണികൾ ഉണരുന്നത് ആ സമയത്താണ്. ഈ സമയത്താണ് മനുഷ്യരുടെ പോഷണം നേടിയെടുക്കുന്ന കാലമാണ്. ഈ സമയത്താണ് മരണങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? എന്താ ഞാനീ പറഞ്ഞത്? ആരും ഞെട്ടുന്നില്ല. ഈ പറച്ചിൽ പറഞ്ഞത് പോഷണം നേടിയെടുക്കുന്ന സമയത്ത് ആൾക്കാർ മരിച്ചു പോകും. കർക്കിടകത്തിൽ ഭയങ്കര മരണമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? ഇത് സ്വർഗത്തിൽ അദ്ദേഹം പിന്നെ പറയാം, അത് വേറൊരു കാര്യമാണ്. അദ്ദേഹം അത് ആധ്യാത്മിക അല്ലെങ്കിൽ ആചാരപരമായ കാര്യങ്ങൾ പറയുമ്പോൾ പറയാം. ഇത് ഞാൻ പറഞ്ഞു പക്ക ആരോഗ്യപരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ പറഞ്ഞു, ആരോഗ്യപരമായ കാര്യങ്ങളിലേക്ക് എനിക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പോഷണം നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ സമയത്ത് ഈ പോഷണം താങ്ങാൻ പറ്റാത്ത അത്ര ശാരീരിക ദൗർബല്യം ഒരാൾക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല.
അതായത് നമ്മുടെ ശരീരം വളരെ ദുർബലമാണ്. ഒന്നും നിങ്ങൾക്കൊന്ന് കഴിച്ചാൽ ദഹിക്കില്ല. ഞാൻ പറയാം ലിവർ സിറോസിസ് അല്ലെങ്കിൽ വേണ്ട തീരെ വയ്യാത്ത അവസ്ഥയിരിക്കുന്ന ഒരാൾ, ഈ പാവം ഇത് വയ്യാണ്ട് കിടക്കുക, എന്നാൽ ഇതിന് ഇത്തിരി ബിരിയാണി മേടിച്ചു കൊടുത്തേക്കാം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? കുഞ്ഞുങ്ങൾ, ഞാൻ പലപ്പോഴും നിഷേധിക്കാറുണ്ട്, കുഞ്ഞുങ്ങൾ ചുമയും ഒക്കെ ആയിട്ട് വരുമ്പോൾ, കഫക്കെട്ടും ചുമയായിട്ട് വരുമ്പോൾ ഞാൻ പലപ്പോഴും നിഷേധിക്കും. കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കല്ലേ, കുറുക്കി ഒട്ടും കൊടുക്കരുത്. ഇത്തരം ചില പൊടികളൊക്കെ കിട്ടും, ഇത് വാങ്ങിച്ച് കുട്ടികൾക്ക് കുറുക്കി കൊടുക്കും. നിങ്ങൾ കൊടുക്കരുതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയും. എന്തുകൊണ്ടാണ്? കുഞ്ഞുങ്ങളുടെ ദഹനം ഇപ്പം അപ്സെറ്റായി കിടക്കുന്ന സമയമാണ്. അവർക്ക് കഫം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഫം എന്നുള്ള അർത്ഥത്തിന് വേറെ ഉണ്ട്. കഫം ഞങ്ങളുടെ കൺസെപ്റ്റിൽ വേറെയാണ്, പക്ഷേ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. കഫം കൂടിയിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മൾ ഇത്തരം സാധനങ്ങൾ കൊടുക്കരുത്. ആ കഫം കൂടും. ക്ലേദം എന്ന് പറയുന്നത് കഫം എന്നല്ല അവരുടെ, ക്ലേദം കൂടും. ക്ലേദം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാനത് കഫം എന്നുള്ള വാക്ക് കൂട്ടുന്നത്. കഫം കൂടിയിരിക്കുന്ന അവസ്ഥയിൽ ഇത്തരം സംഗതികൾ കൊടുക്കാൻ പാടില്ല. പാലുൽപ്പന്നങ്ങളോ കുറുക്കിയ സംഗതികളൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ കർക്കിടകത്തിലും ഒന്ന് ആലോചിച്ച് നോക്കാം. തീരെ ദുർബലമായിരിക്കുന്ന ആൾക്കാർക്ക് പോഷണം കൊടുത്താൽ മരണം ഉണ്ടാകും. ഈ പോഷണം താങ്ങാൻ പറ്റാത്തവർ സ്ഥലം വിട്ടു സ്വർഗത്തിലേക്ക് ഈ പറഞ്ഞത്. അതാണ് ഇവിടെയുള്ള ഒരു പ്രശ്നം. ഈ കർക്കിടക മാസത്തിന്റെ ഒരു പ്രത്യേകത. ഈ നമ്മുടെ അമിത പോഷണത്തെ താങ്ങാൻ പറ്റാത്ത ദേഹികൾ ഇവിടുത്തെ സ്ഥലം വിടും. 2024 ചിറയ്ക്കൽ സപ്താഹം ആഗസ്റ്റ് 23 മുതൽ 30 വരെ.